നമ്മുടെ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിസൻസ് എപ്പോഴും ഹാപ്പിയായി ഇരുന്നാലാണ് നമ്മൾ ആർട്ട് നന്നായിട്ട് വരുള്ളൂ. എൻ്റെ ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ഒരു 90% ലേഡീസാണ്. പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനത് നോട്ട് ചെയ്തു. കാരണം നല്ല കഴിവുള്ള കുട്ടികൾ, പക്ഷേ അവരുടെ പെയിൻറ്റിംഗ് ഒക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. ചെറുപ്പത്തിലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. കാണാനൊക്കെ ഞാൻ വരയ്ക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ പുറത്താർക്കും കാണിച്ചിട്ടും ഇല്ല. ഫസ്റ്റൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബൾക്ക് ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാതെയായി. മ്യൂറൽ പ്രിയ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് വരുന്നത്. അതുവരെ ദുബായിൽ ഉള്ള സമയം വരെ 2015 ഞാൻ അങ്ങോട്ട് വരുന്നത്. അതുവരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെയായിരുന്നു. ആർട്ടുമായിട്ടൊരു ബന്ധം എന്നില്ല. ഇഷ്ടമായിരുന്നു, പക്ഷെ അതിനുള്ളൊരു സമയം സൗകര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ എനിക്ക് ജോലി ഒന്ന് നഷ്ടപ്പെട്ടു. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ എൻ്റെ പാഷൻ പിന്നെയും തിരിച്ചെടുക്കുന്നത്. അന്ന് മുതലാണ് ഇതൊരു ആക്സിഡൻ്റൽ ബിസിനസ് എന്ന് പറയാം. ഒരു ഹോബിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇത് ബിസിനസ്സായിട്ട് വരുന്നത്. ജോലി എന്ന് പറയുന്ന സമയത്ത് ഏത് വർഷം ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട്? ഇവിടെ നാട്ടിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 2006 2006-7 ആ കൊല്ലങ്ങളിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അപ്പം അവിടെ സെയിം അതേ ഞാൻ MCA കഴിഞ്ഞതാണ്. അപ്പം ഇവിടെ ചെയ്ത അതേ ജോലി തന്നെ നമ്മൾ ഗൾഫിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. നല്ല ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ഇന്ത്യൻ മണി നല്ല ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ജോലി ഉപേക്ഷിച്ചതാണോ അതോ നഷ്ടപ്പെട്ടതാണോ? എങ്ങനെയാണ് നാട്ടിലേക്ക് പിന്നെ വരുന്നത്? ഇത് നഷ്ടപ്പെടുമായിരുന്നു. അവിടെ കമ്പനി ഒന്ന് ഡൗൺ ആയ സമയത്ത് കുറച്ച് എംപ്ലോയീസിനെയൊക്കെ വിട്ട സമയത്താണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടും നമ്മുടെ സെയിം ഫീൽഡ് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതായിരുന്നു എൻ്റെ വിധി. ചെറുപ്പത്തിൽ ചിത്രകല എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതിലേക്ക് കടക്കുന്നതിൻ്റെ നമ്മൾ സോഫ്റ്റ്വെയർ കഴിഞ്ഞു, സോഫ്റ്റ്വെയർ നമ്മൾ മാറ്റി വെച്ചു, ഇനി അടുത്ത സോഫ്റ്റ്വെയറാണ്, അത് മ്യൂറൽ സോഫ്റ്റ്വെയറാണ്. അതിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ചെറുപ്പത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും ബേസ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഇതിനൊന്ന് കൈവച്ച് തുടങ്ങിയത്? ഞാൻ ചെറുപ്പത്തിലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. കാണാനൊക്കെ ഞാൻ വരയ്ക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ പുറത്താർക്കും കാണിച്ചിട്ടും ഇല്ല. എനിക്ക് ഒരു എന്താ പറയുക, സന്തോഷമാണ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആണ്. പക്ഷേ അത് ഞാൻ പുറത്തേക്ക് കാണിച്ചിട്ടുമില്ല, ആർക്കും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജ് പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പറയുന്നു, ഇവക്കൊക്കെ ഈ കഴിവുണ്ടെന്ന് അറിയേ ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. കൂടുതലൊന്നും ചെയ്തിട്ടുമില്ല. എനിക്കിഷ്ടമുള്ള സംഭവമായിരുന്നു. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം 2015 നാട്ടിൽ വന്നതിൻ്റെ ശേഷം ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ജോലി പോയി നാട്ടിൽ വരുന്നതിൻ്റെ ആ ഒരു സമയം ഗ്യാപ്പിൽ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ അടുത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ. അപ്പം നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വേണു സാർ അറിയുമെന്നറിയില്ല, അവിടെ ആർട്ട് ഗാലറിയിൽ ഒരു എക്സിബിഷൻ, ലേഡീസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, പെയിൻറ്റിങ് എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ വീട്ടമ്മമാരായ ആളുകൾ അതെ ഒരു പരിപാടി. അപ്പം അങ്ങനെ ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം എൻ്റെ ഫോട്ടോ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്സ് കാണിച്ചു കൊടുത്തപ്പോൾ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പം ആൾക്കാർ കണ്ട് ഇമ്പ്രസ്ഡായി. എല്ലാവരും പറഞ്ഞു, നീ എന്താ പഠിക്കാത്തതെന്ന് ചോദിച്ച സമയത്താണ് പഠിച്ചാലോ എന്നുള്ളൊരു ബോധോദയം വരുന്നത്. അങ്ങനെ സതീഷ് തായാട്ട് എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിൽ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചു. നേരത്തെ നമ്മൾ സമ്പാദിച്ചതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്നില്ല, പക്ഷേ സാമ്പത്തികമായി ഒരു ഗുണം കിട്ടുന്ന സമയത്ത് ഒരു ചിത്രത്തിൽ നിന്ന് ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങിയത്? അതാണല്ലോ രണ്ടാമത്തെ ഒരു വല്ലാത്തൊരു മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യം. ആദ്യം ചിത്രങ്ങൾ അംഗീകരിക്കപ്പെട്ടു, താങ്കൾ അറിയപ്പെട്ടു, പക്ഷെ ഒരു സാമ്പത്തിക നേട്ടം തുടങ്ങുന്നത് എവിടുന്നാണ്? സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാപിറ്റലായിട്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഒരു ബ്രഷും പെയിൻറ്റിങ്ങിൻ്റെയും പൈസ മാത്രമേ ഞാൻ ഇതിന് ഒരു ക്യാപിറ്റൽ എന്ന് പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് സ്ഥാപനമായിട്ടൊരു സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന സംഭവമാണല്ലോ. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അത് ഞാനങ്ങനെ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പെയിൻറ്റിങ്ങിന് അത്യാവശ്യം വില കിട്ടിയിട്ടുണ്ട്. ഞാൻ സംതൃപ്തിയാണ്. കാരണം മാനസികമായിട്ടും സന്തോഷമുണ്ട്,
പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത എമൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വരുമാനം കിട്ടി തുടങ്ങി. അപ്പം തന്നെ ഒരു 2015 തുടങ്ങി പറഞ്ഞാൽ 16 ഒക്കെ തന്നെ വരുമാനം കിട്ടി തുടങ്ങി. ഒരു 10 കൊല്ലം ഇപ്പോൾ ഫീൽഡിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്ത വർക്കുകളൊക്കെ ഒന്ന് ഓർക്കാവോ? ഏറ്റവും നല്ല ഒന്ന് ഒരു ചേച്ചിയുണ്ട്, സ്ഥിരം കസ്റ്റമറാണ്. അവർ ചെന്നൈയിൽ തൈല എന്ന് പറഞ്ഞിട്ട്. ചേച്ചി എപ്പോഴും എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്സാണ് തരിക. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട് മൊണാലിസേൻ്റെ പെയിൻറ്റിങ് ഒന്ന് സാരി ചെയ്ത് തരുമോ. അത് ഏറ്റവും നല്ല വർക്കായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ പുതിയത് ചെയ്യുന്നതൊക്കെ എനിക്ക് പുതിയ ചലഞ്ചസ് ആണ്. ഞാൻ എക്സൈറ്റഡ് ആണ് ഒക്കെ. പിന്നെ അതുകൂടാതെ ഞാൻ മാത്രമല്ല പെയിൻറ്റിങ് ചെയ്യുന്നത്. ഫസ്റ്റൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബൾക്ക് ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാതെയായി. കാരണം ഫുൾ ടൈം രാത്രിയൊക്കെ ഇരിക്കേണ്ടി വന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ആർട്ടിസൻസ്, ഞാൻ സതീഷ് സാറിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആർട്ടിസൻസ് ഉണ്ട്. അവർക്ക് എന്താ വെച്ചാൽ വിൽക്കാനറിയില്ല, പെയിൻറ്റ് ചെയ്യാനറിയാം. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പുറത്തത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കെങ്ങനെ ആൾക്കാരെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കുറച്ച് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്കെങ്ങനെ ചെയ്യാം എന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനത് നോട്ട് ചെയ്തു. കാരണം നല്ല കഴിവുള്ള കുട്ടികൾ, പക്ഷേ അവരുടെ പെയിൻറ്റിങ്ങൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. അങ്ങനെ അതും കൂടി ഞാൻ ഏറ്റെടുത്ത് അവർക്കൊരു സഹായമാണ്. അങ്ങനെ ഇപ്പം എനിക്കൊരു 10-12 ആൾക്കാർ എനിക്ക് സഹായിക്കുന്നുണ്ട്. പിന്നല്ലാതെ. അതായത് ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, താങ്കളിപ്പം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമുക്ക് നമ്മുടേതായ കഴിവുകൾ എല്ലാ ഉള്ളിലുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. പക്ഷേ അത് വിറ്റ് ചിലവഴിക്കാൻ ഒരു 95% ആൾക്കാർക്ക് അറിയില്ല എന്നതാണ് അതിന് സത്യം. താങ്കളത് പഠിച്ചു. ഇപ്പം താങ്കളുടെ ഒരു വിൽപ്പന മേഖല അല്ലെങ്കിൽ ഒരു വ്യാപാര ശൃംഖല ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്? ഞാൻ ഓൺലൈനാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോക്കൽ ഏരിയയിലല്ല, മൊത്തത്തിൽ ഹോൾ വേൾഡ് നമുക്ക്. പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന വൺസ് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയാണ് കൂടുതൽ വാങ്ങുന്നത്. അപ്പം ഇപ്പം ഇസ്രായേലിൽ പോയി, ലാസ്റ്റ് ഇപ്പോൾ ഇസ്രായേലിൽ പോയി, അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെ UK എല്ലായിടത്തും പോകുന്നുണ്ട്. അത് ഹോൾ വേൾഡ് പോകുന്നുണ്ട്. ബ്രസീലിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയുള്ള എന്താ വെബ്സൈറ്റ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അതൊന്ന് പറയാമോ ജനങ്ങൾക്ക്? ആകർഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പെയിൻറ്റിങ് തന്നെയാണ് മെയിൻ ആകർഷണം. ഓൺലൈനിൽ എനിക്ക് വെബ്സൈറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം, പിന്നെ മ്യൂറൽ പ്രിയ എന്നുള്ള പേരിൽ. ഇതേപോലെ ഓൺലൈനിൽ പിന്നെ ഇതേപോലെ ഗൂഗിൾ പേജസ് ഉണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂറൽ പ്രിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ അടുത്ത് എത്താം. കുറേ ചിത്രങ്ങളുണ്ടാവും, നമ്മളതിൽ ഓരോന്നിലേക്കും കടക്കുന്നില്ല. ഇനി എന്ത് എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്ത ചാലഞ്ചിങ് എന്താണ്? എൻ്റെത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ എന്ത് പറയുന്നോ അതാണ് ചെയ്തു കൊടുക്കുക. നോർമലി ഫസ്റ്റ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്ങിലാണ്, ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓരോരുത്തർ പറഞ്ഞു എനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ. അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ആർട്ടും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വാർലി, പട്ടചിത്ര, ഗോന്താട്ട്, അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാതും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അബ്സ്ട്രാക്റ്റ് ആർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി പെയിൻറ്റിങ് മാത്രമല്ല, കൂടുതലും എനിക്ക് ഡ്രസ്സിലാണ് പോകുന്ന ഔട്ട്ഫിറ്റ്. കല്യാണത്തിനും ചെറിയ മക്കൾ 28 ഫംഗ്ഷനാണ് നമുക്ക് കൂടുതലും മലയാളികൾക്ക് ഉണ്ടാവുന്നത്. അപ്പം ചെറിയ കുട്ടികളുടെ 28 ഫംഗ്ഷൻ മുതൽ അമ്മൂമ്മമാരുടെ എന്താ പറയുക സപ്തതി, അങ്ങനത്തെ പിറന്നാൾ വരെ ഡ്രസ്സുകൾ വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ മാച്ചിങ് വിയേഴ്സാണ്. ഇപ്പം കല്യാണ ചെക്കനും പെണ്ണിനും മാച്ചായിട്ടുള്ളത്, പിന്നെ അവരുടെ റിലേറ്റീവ്സ് അവർക്കൊക്കെ അതെ 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 അതൊക്കെ നമ്മൾ ബിസിനസ്സാക്കി മാറ്റുന്നുണ്ട്. കാരണം അവരെന്താ പറയുന്നത്, അവർക്ക് എന്ത് കളർ കോമ്പിനേഷനാണ് വേണ്ടത്, അവർക്ക് എന്ത് ആർട്ടാണ് ഇഷ്ടം, അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ താങ്കൾ ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സമയത്ത് താങ്കളുടെ ചുറ്റുപറ്റിലും ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ? പിന്നെ എൻ്റെ ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ഒരു 90% ലേഡീസാണ്. അവരും ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ വീട്ടിലത്തെ ജോലികളും നടക്കും,
അതിൻ്റെ കൂടെ എൻ്റെ വർക്കും നടക്കും. അപ്പോൾ അവർക്ക് സൗകര്യത്തിനനുസരിച്ച് ഞാൻ പെയിൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്ത് എടുക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ സന്തോഷത്തിൽ അവർക്ക് വർക്ക് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിസൻസ് എപ്പോഴും ഹാപ്പിയായി ഇരുന്നാലാണ് നമ്മൾ ആ ആർട്ട് നന്നായിട്ട് വരുള്ളൂ. അപ്പം അത് ഞാൻ എന്തായാലും അത് ഗ്യാരണ്ടി ചെയ്യും. കാരണം അവർ സന്തോഷിക്കുമ്പോഴാണ് നമ്മളെ വർക്ക് നന്നായിട്ട് വരിക. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലിയും മെൻ്റലിയും ഒരു സന്തോഷം കിട്ടുന്ന പോലെയാണ് ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഈ കുറേ ഫലകങ്ങളും ട്രോഫികളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു മേഖല എങ്ങനെയാണ്? ഈ ഫംഗ്ഷനുകൾ, വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ, അതുപോലെ എക്സിബിഷൻ അങ്ങനെയൊക്കെ പങ്കെടുക്കുന്നുണ്ട്? എക്സിബിഷന് സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഓൺലൈനിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും എക്സിബിഷൻസ് വരുമ്പം കൂടുതലും ആൾക്കാർക്ക് കണ്ട് നോക്കി വാങ്ങാവുന്നതുകൊണ്ട് എക്സിബിഷൻസിൽ കൂടുതലും പങ്കെടുക്കാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയർ 2025 ഇന്ത്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ IITF എന്ന് പറഞ്ഞിട്ട് അത് കേരളനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാനാണ് പങ്കെടുത്തത്. ഭയങ്കരമായിട്ട് ആൾക്കാർ ഇമ്പ്രസ് ചെയ്തു. നമ്മുടെ വർക്ക് കണ്ടിട്ട് നമ്മുടെ നാട്ടിലല്ല, വെളിയിലാണ്, ഡൽഹിയിൽ വെച്ചിട്ട് നടന്നപ്പം അവരൊക്കെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്തു. എനിക്ക് കുറേ ഓർഡേഴ്സൊക്കെ അത് കൂടെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം ഈ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ തന്നെ ഒരു ഫീൽഡിൽ കുറേ വർഷം, ഇപ്പോൾ 10 വർഷം ഒരേ രീതിയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില മാറ്റങ്ങളും ചില വ്യത്യസ്തതകളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ഫോട്ടോസ് തന്നെ വ്യത്യസ്തങ്ങളാണ്, വർക്കുകളും. എന്തൊക്കെയാണ് ഭാവിയിലേക്ക്? ആക്ച്വലി ഓരോന്ന് ചെയ്യുന്നതും എനിക്ക് യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് എൻ്റേത് വരുന്നത്. ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ആർക്കും ഇല്ലാത്തൊരു വർക്ക് വേണം പ്രിയ എന്നാണ് എപ്പോഴും ചോദിക്കുക. അപ്പോൾ എൻ്റെ ഓരോ വർക്കും പുതിയതാണ് വരിക. പിന്നെ ഇപ്പം ഞാൻ ഒരു ബ്ലോക്ക് ആർട്ട്, ഹാൻഡ് പെയിൻറ്റിങ് പോലെ തന്നെ ഹാൻഡ് പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്, ജ്വല്ലറി ചെയ്യുന്നുണ്ട്, പിന്നെ പോട്ട്സ്, അങ്ങനെ ഹോം ഡെക്കേഴ്സ് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്സ്, ഇതേപോലെ നെറ്റിപ്പട്ടം, അങ്ങനത്തെ സാധനങ്ങൾ, അതും ഒക്കെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഭാവി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂറൽ പ്രിയൻ്റെ ഒരു വലിയൊരു സ്ഥാപനം, അതിൽ എല്ലാ ആർട്ടിസൻസിനും, പല ടൈപ്പ് ആർട്ടിസൻസിനും അതിൻ്റെ ഒരു കൂട്ടായ്മ, അവർക്ക് സപ്പോർട്ടായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനിടയിൽ ഓർക്കപ്പെടേണ്ട എന്തെങ്കിലും സംഭവവികാസങ്ങൾ, അതായത് ഒരു കാര്യം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇറക്കങ്ങളും താഴ്ചകളും അങ്ങനെ കയറ്റങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സമയത്തൊക്കെ ഞാൻ ബെഡ് റിഡൻ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും എനിക്ക് എന്താ പറയുക, ആർട്ടിസൻസ് തന്നെയാണ് ഹെൽപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നിന്ന് പോയിട്ടില്ല. ഇതേപോലെ തന്നെ ഒന്ന് നമ്മൾ കിടന്നും കൊണ്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. താങ്കളെ ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിലൊരു ചിത്രം ഉണ്ടാകും. ചിത്രകാരിക്ക് മനസ്സിൽ വലിയൊരു ചിത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു സ്ഥാപനം, അതിൻ്റെ അകത്ത് നിറയെ ചിത്രങ്ങൾ, അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ, അതിൻ്റെ ഒരു മുന്നിൽ നിന്ന് കാണുന്ന ഒരു ഭംഗി. അതുപോലെ തന്നെ താങ്കൾ വിചാരിച്ച പോലെ തന്നെ ഈ മ്യൂറൽ പ്രിയ എന്നുള്ളൊരു മെഗാ മ്യൂറൽ പ്രിയ ആയി മാറട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്.